إن الحمد لله صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ ഫുർഖാൻ 35-36 രണ്ട് വചനങ്ങളുടെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം മക്കക്കാർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല അറിയിച്ചു കൊടുക്കുകയാണ്. വലഖദ് ആതൈനാ മൂസൽ കിതാബ്, വലഖദ് ആതൈനാ നാം നൽകിയിട്ടുണ്ടായിരുന്നു മൂസ നബി അലൈഹിസ്സലാമിന് അൽ കിതാബ് വേദഗ്രന്ഥം എന്ന് പറഞ്ഞാൽ തൗറാത്ത് നൽകിയിട്ടുണ്ടായിരുന്നു. വജഅൽനാ നാമാക്കി മഅഹു അദ്ദേഹത്തിന്റെ കൂടെ അഖാഹു അദ്ദേഹത്തിന്റെ സഹോദരൻ ഹാറൂൻ നബി അലൈഹിസ്സലാമിനെ വസീർ ഒരു സഹായിയായി നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കഥ മക്കക്കാർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു കൊടുക്കുകയാണ്. ശേഷം അടുത്ത ആയത്തിൽ അല്ലാഹു പറയുകയാണ്, ഫഖുൽനാ നാം പറഞ്ഞു അവരോട് രണ്ടുപേരോടും പറഞ്ഞു, ഇദ്ഹബാ നിങ്ങൾ രണ്ടുപേരും പോയിക്കൊള്ളുവീൻ ഇലാ ഖൗമിൻ ഒരു ജനതയിലേക്ക് പോകണം. അല്ലദീന എങ്ങനെയുള്ള ഒരു ജനതയാണ് ബിആയാതിന നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നമ്മുടെ വചനങ്ങളെ കളവാക്കിയ ഒരു ജനത. അതായത് ഫിർഔനിന്റെ ജനതയിലേക്ക് കിപ്തികളിലേക്ക് നിങ്ങൾ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ദിവ്യ സന്ദേശവും കൊടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ആ മൂസ നബി അലൈഹിസ്സലാമിനെയും അദ്ദേഹത്തിന്റെ സഹോദരൻ ഹാറൂൻ നബി അലൈഹിസ്സലാമിനെയും അല്ലാഹു സുബ്ഹാനഹു തആല അവരിലേക്ക് നിയോഗിച്ചുകൊണ്ട് അവരിലേക്ക് പുറപ്പെടാൻ പറയുകയാണ്. അതിനുശേഷം അല്ലാഹു പറയുകയാണ്, ഒരു തകർക്കൽ അവരെ തകർക്കുകയുണ്ടായി എന്ന് പറഞ്ഞാൽ ചെങ്കടലിൽ അവരെ മുഴുവനായും മുക്കിക്കൊല്ലുകയുണ്ടായത്. അവർ അവിശ്വാസം നിമിത്തം ധിക്കാരം നിമിത്തം ആ മൂസ നബി അലൈഹിസ്സലാമിനെ ധിക്കരിച്ചത് നിമിത്തം അവരെ അല്ലാഹു സുബ്ഹാനഹു തആല തകർത്ത് കളയുകയാണ് ഉണ്ടായത്. ഇതെന്തിനാണ് മക്കക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നത്? ഈ രൂപത്തിൽ നിങ്ങൾക്കും ഒരു തരത്തിലുള്ള ശിക്ഷ നിങ്ങളെയും പിടികൂടും. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണം. ഒരിക്കലും നിങ്ങളെ വെറുതെ വിടാൻ പോകുന്നില്ല. നിങ്ങൾ സത്യവിശ്വാസത്തിലേക്ക് സത്യമാർഗത്തിലേക്ക് കടന്നു വരണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല ശക്തമായ ഒരു താക്കീത് മക്കക്കാർക്ക് നൽകുകയാണ്, ഒരു ഇൻദാർ നൽകുകയാണ്. നിങ്ങൾ ഇതൊക്കെയും അവരെ ഭയപ്പെടുത്തിക്കൊണ്ട് ദീനിൽ നിന്നും അകറ്റിക്കളയാനല്ല, അല്ലാഹു ചേർത്ത് പിടിക്കുകയാണ്. മുൻകാലക്കാരുടെ അനുഭവങ്ങൾ ഇവർക്ക് വരാതിരിക്കാൻ, അതുപോലത്തെ നിങ്ങൾക്ക് വരാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിക്കണം എന്നുള്ള ഒരു സൂചനയാണ് ആയത്തിലടങ്ങിയിരിക്കുന്നത്. അല്ലാതെ ഒരിക്കലും അവരെ തരം താഴ്ത്തുകയല്ല, ആക്ഷേപിക്കല്ല. അതിന് അല്ലാഹുവിന് ചേർന്നതയല്ല. അല്ലാഹു കാരുണ്യവാനാകുന്നു, അർഹമുർ റഹീമീനാകുന്നു. അതാണ് അല്ലാഹുവിന്റെ കാരുണ്യം. ആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.